എന്താ മച്ചാന്മാരെ ഈ ട്രക്കിങ്ങും നൈറ്റ് വൈബും ഈ സൈക്ലിങ്ങും അതുപോലെ തന്നെ എന്താ പറയാ ഈ ഇത്രയും ആംബിയൻസും നാച്ചുറും ഇതൊക്കെ ഒറ്റ സ്ഥലത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ വിശ്വസിക്കണ്ട, പറക്കാട് റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ റിസോർട്ടിന്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നിരിക്കും. അടിപൊളി റിസോർട്ട്, ഒന്ന് നോക്കി നോക്ക്. എന്താ ഞങ്ങൾ ജസ്റ്റ് എൻട്രൻസിലേക്ക് ഇത് കയറുന്നുണ്ടാ, എന്താ കയറുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത്. അത്രയും അടിപൊളിയായിട്ട് നീറ്റായിട്ടുണ്ട് റിസോർട്ട് സെറ്റ് ചെയ്താണ്. ഒന്നും പറയാതെ ഞാനൊരു 100 മാർക്കിനെ കൊടുക്കും റിസോർട്ടിന്. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളുടെ എംപ്ലോയീസിന്റെ ഒക്കെ ബിഹേവിയർ അടിപൊളിയാണ്. അതിനുശേഷം കണ്ടില്ലേ എന്താണ് സ്വർണം കൊണ്ട് എന്തോ കാണിച്ചു വെച്ചേക്കുന്നു. നോക്കിയേ എത്ര സ്വർണ്ണമാണ്. എന്റെ ഭാര്യയ്ക്ക് ഒന്ന് കണ്ണിന്ന് എന്താ പറയാ ഫുൾ ടൈമായി നോക്കിയിറക്കായിരുന്നു മൂപ്പര്. കാരണം അത്രയ്ക്കധികം കണ്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ, അത്രയും വെറൈറ്റി മോഡൽസും കളക്ഷനും എല്ലാം ഉണ്ട് ഈ റിസോർട്ടില്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ റിസോർട്ട് കാണുന്നത്. കണ്ടില്ലേ ആ റിസോർട്ടിന്റെ അവിടെ എൻട്രൻസിൽ നിന്നുള്ള ഓരോ വ്യൂ ആണ് കാണുന്നത്. പറക്കാട്ട് റിസോർട്ട് ഒക്കെ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. എപ്പോഴും നോക്കിയാലും ഫോട്ടോ എടുക്കാം. അജായി സെറ്റപ്പ് ചെയ്തേക്കണം കേട്ടാ. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത്, കാരണം നമ്മൾ ടൈം പോകുന്നത് അറിയില്ല. പിന്നെ അവിടെ നമുക്ക് റൂമൊക്കെ കൊണ്ടുപോകാൻ ജീപ്പ് ഉണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ ജീപ്പിൽ കയറി റൂമൊക്കെ കാണാൻ എന്ന് വിചാരിച്ചിറങ്ങുകയാണ്. ജസ്റ്റ് റിസോർട്ടിന്റെ ഉൾഭാഗം കണ്ട് ജസ്റ്റ് റൂം കണ്ടില്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റൂം കൂടി കാണിച്ചു തരാം. സൂപ്പർ ആട്ടോ, റൂമൊക്കെ വേറെ ലെവലിന്ന് പറയും. കണ്ടില്ലേ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിന്റെ ഉള്ളിൽ ഒരു ജക്കൂസിയും പിന്നെ പുറത്തേക്കുള്ള വ്യൂ നോക്കി വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓഫറിൽ കിട്ടിയതാണ് റൂം. ഏകദേശം 10,000 ആയിട്ടുണ്ട് റൂമിന് മാത്രം. കണ്ടില്ലേ ജക്കൂസി റൂം എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതാ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള നമുക്കൊരു പ്രൈവറ്റ് ഏരിയ, എല്ലാം ഗാർഡൻ കാര്യങ്ങള്. പിന്നെ നമുക്ക് പോകാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് എന്താ പറയാ ഒരു ജീപ്പ് ഉണ്ട്. അതിന് പുറമെ സൈക്ലിങ് എല്ലാം അടിപൊളിയായിട്ട് കേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം ഇതൊക്കെ. നടക്കാനുള്ള ഇതും എന്താ പറയാ, ആദ്യം മൊത്തം വ്യൂ ആട്ടെ. പക്ക ഒരു റിസോർട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അത്യാവശ്യം ദൂരം നടക്കാണ്ട്, നടന്നത് വൈകാതെയാവും. കണ്ടില്ലേ കാരണം നമ്മള് ഈ റിസോർട്ടിൽ കയറിണെങ്കിൽ നമുക്ക് വേറെ പുറത്തേക്ക് 3 കറങ്ങാൻ പോയി ഒന്നും വേണ്ട. കാരണം എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അതുപോലെ കണ്ടില്ലേ നമുക്ക് ടൈം പാസും എല്ലാ ഭാഗവും ഫോട്ടോസ് എടുക്കാനും ആയാലും എല്ലാത്തിനും അടിപൊളി റിസോർട്ട് കേട്ടോ. ഞാൻ എന്തായാലും ഹൈ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് കൂടിയാണിത്. എല്ലാവരും ഫുൾ എക്സൈറ്റ്മെന്റ് കേട്ടോ. കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു റിസോർട്ടിലേക്ക്. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. എല്ലാവരും ഓടിലും ബഹളവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കണ്ട് നേരെ വിട്ടത് വേറെ അടിക്കില്ല, സ്വിമ്മിംഗ് പൂളിലേക്ക് കേട്ടാ. സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട്, അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി നീരാടി നല്ല വീഡിയോസൊക്കെ എടുത്ത് അവിടെയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ച് വീണ്ടും പിന്നെ നൈറ്റ് നല്ലൊരു ഇതുണ്ടായിരുന്നു. കാരണം ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അന്ന് മഴയിലാണ് ക്യാമ്പ് ഫയർ നടത്താൻ പറ്റില്ല. അപ്പോൾ DJ നൈറ്റ് വെച്ചു. മഴയത്ത് നല്ല വൈബിൽ ഒരുപാട് പേരും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പില് നമ്മള് ഫുൾ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത് പോകും കേട്ടോ. ഒരു 4000 രൂപ സ്റ്റാർട്ടിങ് റൂം തുടങ്ങുന്നുണ്ട്. അതായത് മതി. 4000 രൂപയ്ക്കുള്ള റൂം എടുത്താലും നമുക്ക് എല്ലാതും ഫ്രീ ആണ്. ബ്രേക്ക്ഫാസ്റ്റില് കോംപ്ലിമെന്ററി കേട്ടോ. പക്ഷെ ഭക്ഷണം കഴിക്കാൻ എളുപ്പമല്ല, നല്ല വിലയാണ് ഭക്ഷണത്തിനൊക്കെ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആണ്. അങ്ങനെ അതും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയാ അത്യാവശ്യം ഡിഷും കാര്യങ്ങളൊക്കെ സർവ് ചെയ്യുന്നുണ്ട് അവര്. അതൊക്കെ നന്നായിട്ട്. സ്വിമ്മിംഗ് പൂളാണ് എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. നമ്മൾ ഇത്ര പൈസ കൊടുക്കാനുള്ള സ്വിമ്മിംഗ് പൂള് ഇല്ല സത്യം പറഞ്ഞാൽ. ചെറിയൊരു സ്വിമ്മിംഗ് പൂള്. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട്. സ്വിമ്മിംഗ് പൂളിൽ മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ് ബ്രിഡ്ജാണ്. ചെറുതാണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടത്. ഞാനിത് ആദ്യമായിട്ട് പറയാം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. വാഗമണ്ണൊക്കെ വന്നിട്ട് ഞാൻ 1-2 വട്ടം കാണാൻ പോയിട്ടുള്ളൂ. പക്ഷെ
നമുക്ക് ആ തിരക്ക് കാരണം ഇതുവരെ കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ രസമായിട്ട് സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ.